വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ചാലിയാറിൽ ഇന്നും തിരച്ചിൽ. പരപ്പൻപാറ മുതൽ വാഴക്കാട് വരെ പുഴ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടക്കുന്നത്. പോലീസ്, ചാലിയാർ പുഴയുടെ തീരഭാഗങ്ങളിലെ ജനപ്രതിനിധികൾ, പ്രദേശവാസികൾ തുടങ്ങിയവരും തിരച്ചിലിന്റെ ഭാഗമാകുന്നുണ്ട്. സമീർ ബിൻ കരീം ചാലിയാറിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. സമീർ, ഈ തിരച്ചിൽ എന്തെങ്കിലും കണ്ടെത്താനായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ്. ചാലിയാർ പുഴയിൽ നിന്നും കണ്ടെത്തുന്ന ശരീരങ്ങളും ശരീരഭാഗങ്ങളും എത്തിക്കുന്നത് ഇങ്ങോട്ടേക്കാണ്. അല്പസമയം മുന്നേ ഈ ചാലിയാർ പുഴയ്ക്ക് അപ്പുറത്തുള്ള ഉൾമനമായിരിക്കുന്ന ഈ വനത്തിനുള്ളിൽ ആദിവാസി കുടുംബങ്ങൾ ചില ശരീരങ്ങൾ കണ്ടുവന്ന് പോലീസിന് വിവരമറിയിച്ചിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും തണ്ടർബോൾട്ടും സേനയും ഫയർഫോഴ്സും എല്ലാം തന്നെ നിലവിൽ ഈ കുമ്പളപ്പാറ എന്ന് പറയുന്ന ഉൾവനത്തിന്റെ കുമ്പളപ്പാറ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിലവിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അറിയുന്നത്. ഇവിടുന്ന് ഏതെങ്കിലും തരത്തിലുള്ള ശരീരഭാഗങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് എത്തിക്കുക നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്കാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഉൾവനത്തിന് പുറമെ ഇന്ന് പ്രധാനമായും നിലമ്പൂർ പോത്തുകൽ മുതൽ ഈ വാഴക്കാട് വരെയുള്ള 70ഓളം കിലോമീറ്റർ ഈ പുഴയിലൂടെ തിരച്ചിൽ നടത്തുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യം. പ്രധാനമായും ഫയർഫോഴ്സും സിവിൽ ഡിഫൻസിന്റെ വളണ്ടിയർമാർ, ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകർ, ഇതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തുകൾ, അതായത് ചാലിയാർ പുഴ കടന്നു പോകുന്ന പഞ്ചായത്തുകളിലെ വാർഡുകളുടെ മെമ്പർമാരുടെ നേതൃത്വത്തിലും വിശദമായ പരിശോധനയാണ് ഇന്ന് പ്രധാനമായും ഈ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ഇതുവരെ നിലമ്പൂർ ആശുപത്രിയിലേക്ക് ഇവിടെ നിന്നും ശരീരങ്ങളോ ശരീരഭാഗങ്ങളോ എത്തിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു വരേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ തിരച്ചിൽ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേണോ, ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടക്കുന്നു. ഇപ്പോൾ നിലമ്പൂർ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളാണ് സമീർ ബിൻ കരീം നൽകിയത്. അവിടെ നിന്ന് ലഭിക്കുന്ന ശരീരം അല്ലെങ്കിൽ മൃതദേഹം, ശരീരഭാഗങ്ങൾ അതൊക്കെ എത്തിക്കുന്നത് നിലമ്പൂർ ആശുപത്രിയിലേക്കാണ്.